ഞാൻ സുമേഷിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം. $500 യൂണിറ്റ്സിന്റെ കാര്യമാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും. എക്സ്ക്യൂസ് മീ, ഗിവ് മി എ മിനിറ്റ്. തനിക്ക് എന്താ ഒരു കോമൺ സെൻസും ഇല്ലേ? മീറ്റിംഗ് നടക്കുമ്പോ ഫോൺ സൈലന്റ് ആക്കി വെക്കേണ്ടോ? മിസ്റ്റർ റോയ്, ഹായ്. സോറി ഫോർ ദാറ്റ്. എല്ലാം അറിയുന്ന ബോസിന്റെ മൊബൈൽ എന്നിട്ട് സൈലന്റ് അല്ലല്ലോ. ഇത് ബോസിന്റെ ഭാര്യയുടെ കോളാ. ആദ്യം മേഡത്തിനോട് പറയണം എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ വിളിക്കല്ലേന്നു. മേഡം, മേഡത്തിന്റെ ഭർത്താവ് ഇവിടെ വീഡിയോ കോൺഫറൻസിലാ. എനിക്കതൊന്നും അറിയണ്ട. വേഗം വേദാന്തിന് ഫോൺ കൊടുക്കുക. എന്തിനാ മേഡം എല്ലാവരും കൂടി എന്നെ ഈ പുലിക്കൂട്ടിലേക്ക് ഇടുന്നത്? ഇപ്പൊ മേഡത്തിന്റെ കോള് വന്നപ്പോ ഫോൺ സൈലന്റിൽ ഇടാത്തതിന് ഇപ്പൊ എന്നെ പൊരിച്ചതേ ഉള്ളൂ. ബോസിന്റെ മൂഡ് ശരിയല്ല. അത് ശരിയാക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത്. വേഗം വേദാന്തിന് ഫോൺ കൊടുക്കുക. എന്നേക്കാൾ ഗതികേട് വേറെ ആർക്കും വരുത്തല്ലേ ദൈവമേ. ഒരു വശത്ത് ബോസ്, മറുവശത്ത് എന്റെ ഫ്യൂച്ചർ ബോസ്. ഫോൺ കൊടുത്തില്ലെങ്കിൽ എന്റെ ഫ്യൂച്ചർ തന്നെ നശിക്കും. ഇനി ഇവിടെ ബോസ് പറയുന്നത് കേട്ടില്ലെങ്കിലോ എന്റെ പ്രസന്റ് നശിക്കും. ഈശ്വര, ഇനി എന്നെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. ബസ് എന്താടോ കാര്യം? അത് പിന്നെ ബോസിനെ മേഡം കോൾ ചെയ്യുന്നുണ്ട്. അല്ല, അമൂല്യ മേഡമാ ബോസിനെ വിളിക്കുന്നത്. ബോസിനോട് എന്തോ അർജന്റ് ആയിട്ട് പറയാനുണ്ടെന്നാ പറഞ്ഞത്. മിസ്റ്റർ റോയ്, ഹായ്. എനിക്കൊരു എമർജൻസി കോൾ വരുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. യാ, താങ്ക് യു. അമൂല്യ, ഞാനിപ്പോ ഒരു മീറ്റിംഗിലാ. എന്താന്ന് വെച്ചാ പെട്ടെന്ന് പറ. ഓ, അങ്ങനെ വേഗം പറഞ്ഞ എന്ത് എക്സൈറ്റ്മെന്റ് ഉള്ളത്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, അത് പറയാനാ ഞാൻ വിളിച്ചത്. വിക്കി ചേട്ടന് കോമയിൽ നിന്ന് ബോധം വന്നിട്ടുണ്ട്. ഇനിയെല്ലാം വേഗം ഓക്കെ ആവുന്ന ഡോക്ടർ പറഞ്ഞേ. Wow, that's great. Thank you so much, അമൂല്യ. ഇപ്പൊ എന്റെ തലേന്നൊരു ഭാരം ഇറക്കി വെച്ച പോലെയുണ്ട്. Thank you so much once again. I love you. അത് ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞതാ. ഫോൺ ലൗഡ് സ്പീക്കറിലായിരുന്നു. ആദ്യം എവിടെ ഉണ്ട്? രണ്ടാളോട് കൂടെ പറഞ്ഞതാ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാവേ. എല്ലാരോടും കൂടി ചേർത്ത് പറഞ്ഞത് ഐ ലവ് യു, ഐ ലവ് യു. ആ ഫോണില്ലേ, അത് എന്റേതാ. എന്റെ ഫോൺ. ഐ ആം സോറി. എടാ, നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഞാൻ ഏൽപ്പിച്ച കാര്യം ചെയ്തിട്ടാണോ നീ പോകുന്നേ? അതല്ല നീ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പരിപാടിയാണോ? ബോസ്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. എന്നെ വിട്ടേക്ക്. വിട്ടേക്കാനോ? അകത്ത് എന്താ സംഭവിച്ചതെന്നൊന്ന് പറ. അവന് നീ ഇഞ്ചക്ഷൻ കൊടുത്തോ? അല്ല, വിക്കിയുടെ കഥ കഴിഞ്ഞോ? ബോസും വേണ്ട, ബോസിന്റെ പൈസ എനിക്ക് വേണ്ട. ബോസ് എന്ന അഡ്വാൻസ് ഞാൻ തിരിച്ചു തന്നേക്കാം. അല്ല, നിനക്ക് എന്താ പറ്റിയേ? പെട്ടെന്ന് നീ എന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല ബോസ്, എന്നെ വിട്ടേക്ക്. എന്നെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ പറ്റില്ല. അതെന്താ? കാശ് കുറവായിരിക്കുമെന്ന് കരുതിയാണോ? നീ അല്ലേ എമൗണ്ട് പറഞ്ഞത്? ഇനിയും വേണേ കാശ് കുറച്ചുകൂടെ കൂട്ടിത്തരാം. എത്രയാ വേണ്ടെന്ന് പറഞ്ഞാ മതി. പക്ഷെ പണി നടന്നേ പറ്റൂ. ബോസ്, കാശിന് വേണ്ടി ഞാൻ എന്തായാലും എന്നെ ജീവൻ പണയം വയ്ക്കാൻ തയ്യാറല്ല. ഈ പണി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഇപ്പൊ ഉറപ്പായി. ഇനിത് ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ബോസ് വേറെ ആർക്കെങ്കിലും പോയി പറഞ്ഞു. ദൈവം എന്നെ വിട്ടേക്ക് ബോസ്, എന്നെ കൊണ്ട് പറ്റില്ല. എടാ, അവിടെ നിൽക്കേ. അയ്യോ, ഇവനെന്താ ഇങ്ങനെ പറഞ്ഞു ഓടിപ്പോന്നേ?
അകത്തെന്താ സംഭവിച്ചതെങ്കിലും ഇവനൊന്ന് പറഞ്ഞൂടെ? ഞാനാണെങ്കിൽ സിസ്റ്ററിനോട് ഫുൾ ബിൽഡപ്പ് ഇട്ട് അങ്ങോട്ട് വന്നത്. ചേച്ചി വിളിക്കുമ്പോ ഞാൻ എന്തു പറയും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അയ്യോ. അപ്പൊ ഇന്നലെ ഇവിടെ വെച്ച് എന്നെ അറ്റാക്ക് ചെയ്തവരിൽ ഇവനും ഉണ്ടാകാനാ ചാൻസ്. അതുകൊണ്ട് ആ കയ്യിൽ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ അവൻ പേടിച്ചു പോയത്. വിക്കി ചേട്ടനെ ഉപദ്രവിക്കാനായിരിക്കും ഇവൻ വന്നത്. അപ്പൊ ആ ഉദ്ദേശത്തിലായിരിക്കും വന്നത്. ഈശ്വര, എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം. അവനെ കൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും പറയിക്കണം. സർ, നാട്ടിലെ എന്റെ ചേട്ടൻ ഹോസ്പിറ്റലാണ്. എനിക്കൊരു 15 ദിവസം ലീവ് വേണമായിരുന്നു സാർ. ശരി, പോയിട്ട് വന്നോളൂ. ഓ, താങ്ക് യു സാർ. അത് പിന്നെ നിങ്ങളുടെ ഹോസ്പിറ്റലില് മെയിൽ നേഴ്സസ് ഒരുപാട് പേരുണ്ടോ? അത് മീഡിയം ഹൈറ്റ് ഉള്ള ഒരാള്, ഇരുനിറമാണുള്ളത്. കുറച്ച് വണ്ണമൊക്കെ ഉള്ള ആളാണ്. കേളി ഹെയർ ആയിട്ടുള്ള ആളാ. ഇന്ന് വിക്രാന്തിന് മെഡിസിൻ കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു. അദ്ദേഹം എവിടെയുള്ളത്? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അങ്ങനെയാണോ? ആ നേഴ്സ് കുറച്ചു മുമ്പ് 15 ദിവസത്തെ ലീവ് എടുത്ത് പോയത്. നിങ്ങളൊരു 5 മിനിറ്റ് മുന്നേ വന്നിരുന്നെങ്കിൽ കാണായിരുന്നു. എന്താ മാഡം കാര്യം? ഒന്നുമില്ല, വിട്ടേക്ക്. എടുത്തി, ഈ അവസ്ഥയിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തുകൂടായിരുന്നോ? എനിക്കത് പറ്റില്ല അമ്മോ. എല്ലാവരും ഇവിടെയല്ലേ ഉള്ളത്. ചേട്ടനാണെങ്കിൽ ഓഫീസിലും പോയി. അപ്പൊ ഞാൻ മാത്രം വീട്ടിലിരുന്ന എനിക്ക് എങ്ങനെ സമാധാനം കിട്ടും? മാത്രമല്ല, ഒറ്റയ്ക്കിരുന്ന ടെൻഷൻ കൂടെയല്ലേ ഉള്ളൂ. അതും ശരിയാ എടുത്തി. ശരി, നമ്മളെല്ലാരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിന് പകരം അകത്ത് പോയി ചേട്ടനോട് സംസാരിച്ചാലോ? അമ്മ, നീ എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചാലും ശരി, അതൊന്നും വിക്കിക്ക് മനസ്സിലാവുക പോലുമില്ല. അതേ മൂല്യ, നമ്മൾ വെറുതെ എന്തിനാ വിക്കിയെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ചേച്ചി, ഡോക്ടർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും കേട്ടതല്ലേ? നമ്മൾ പറയുന്നതെല്ലാം ചേട്ടന് കേൾക്കാം, മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ നമ്മളോട് തിരിച്ചു മറുപടി പറയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ നമ്മൾ അവനോട് എന്താ പോയി സംസാരിക്കേണ്ടത്? അതും സത്യം തന്നെയാ. വിക്കി ചേട്ടൻ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ തന്നെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ പറയുന്നേ, വിക്കി ചേട്ടന്റെ മുന്നിൽ വെച്ച് ആരും കരയരുത്. ശരി, നമുക്ക് പോയിട്ട് വരാം. ചേച്ചി, നമുക്ക് പോയി കണ്ടാലോ? ഇല്ല അമ്മു, ഞാൻ എത്ര തന്നെ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും വിക്കിയെ കാണുമ്പോ എനിക്കതിന് സാധിക്കുന്നില്ല. വിക്കിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞ അത് കാണുമ്പോ വിക്കിക്കും വിഷമാവില്ല? തീർച്ചയായും വിഷമാവും ചേച്ചി. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അകത്ത് പോയി കരയരുതെന്ന്. എന്നോടൊപ്പം എല്ലാവരും വന്ന ചേട്ടൻ അത് ഒരുപാട് സന്തോഷാവും. ഒരിക്കലും അമ്മു, എന്നെ കൊണ്ട് അതിന് സാധിക്കാൻ തോന്നുന്നില്ല. എടുത്തി, നമുക്ക് പോവാം. കണ്ണൻ ചേട്ടാ. എന്താ വിക്കി ചേട്ടാ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നേ? ഈ റൗഡി ബേബിയുടെ അളിയനാണെന്നുള്ള കാര്യം മറന്നുപോയോ? എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആളാ. ആ ചേട്ടൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട് കിടന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവും?
ഞങ്ങളുടെ കാര്യമൊക്കെ വിട്ടേക്ക് ചേട്ടാ. ചേട്ടന്റെ ഡ്രീം ഗേളിനെ കുറിച്ചൊന്ന് ഓർത്തു നോക്ക്. നോക്ക്, അവൾ അവിടെ ഒരു മൂലയ്ക്ക് കരഞ്ഞോണ്ടിരിക്കുക. ചേട്ടൻ അവളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ അവൾ ഇത്ര സന്തോഷമായിട്ട് കാണുന്നത്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ അനങ്ങാതെ കിടന്ന എന്റെ ചേച്ചിയുടെ അവസ്ഥ പിന്നെ എന്താവും? ഇനി എത്രയും പെട്ടെന്ന് ചേട്ടൻ ഓക്കെ ആയില്ലെങ്കിൽ മുമ്പത്തേനേക്കാളും റിസ്ക് കൂടും. ചേട്ടൻ പെട്ടെന്ന് ഓക്കെ ആയില്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാ മരങ്ങൾക്കും കല്ലിനും ഒക്കെ അവള് നേർച്ചയിടും. അക്കാര്യത്തിൽ മിടിക്കുക ചേട്ടന്റെ ഭാര്യ. ആ നേർച്ച എല്ലാം നടത്താൻ വേണ്ടി ചേട്ടനും കൊണ്ട് എല്ലാ അമ്പലത്തിനും പോകും. ചേട്ടൻ എത്രയും വേഗം ഓക്കെ ആയാൽ അത്രയും റിസ്ക് ചേട്ടന് കുറഞ്ഞു കിട്ടും. ഇതൊക്കെ എന്താ നേരത്തെ പറയാത്ത റൗഡി കൊച്ചെന്ന് ആ സമയത്ത് വന്ന് എന്നോട് ചോദിക്കരുത്. ഇത് എന്താ ചേട്ടാ ഇത്? എത്ര നേരമായിട്ട് സംസാരിക്കുക? ഇങ്ങനെ കിടക്കാതെ എഴുന്നേറ്റ്. ഈ ഹോസ്പിറ്റലിലുള്ളവരൊന്നും ശരിയല്ല. ഞാൻ ഇങ്ങനെ കിടന്ന് സംസാരിച്ച എനിക്ക് ലൂസ് ആണെന്ന് പറഞ്ഞ് ചേട്ടൻ കിടക്കുന്നതിന്റെ അടുത്ത് എനിക്ക് ഒരു ബെഡ് ഇട്ട് തരും. ചേട്ടനെ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. വെറുതെ എനിക്കൊരു ക്ലൂ തന്നാ മതി ചേട്ടാ. ഒരു ഫിംഗർ അനയ്ക്ക് ബോഡി ഓക്കെ ആണെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചോളാം. ചേട്ടന്റെ സിഗ്നൽ മെസ്സേജിനെ ഞാൻ വേഗം ഡീകോഡ് ചെയ്ത് ഞാൻ ഈ ലോകം മുഴുവൻ അറിയിച്ചിരിക്കും. ചേട്ടൻ ഇങ്ങനെ കിടക്കുന്ന കണ്ട് ചേട്ടന്റെ ഫാൻസ് ഒക്കെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ട്രോൾ പേജുകള്, മീമുകള്, അത് മാത്രമല്ല സോഷ്യൽ മീഡിയ മുഴുവൻ ചേട്ടന്റെ പേരിൽ കത്തിക്കൊണ്ടിരിക്കുക. റോക്കി ബായെ പോലെ ഒരു ചെറിയ സിഗ്നൽ എങ്കിലും താ ചേട്ടാ. ചേച്ചി അത് കണ്ടില്ലേ? ചേട്ടൻ എന്തോ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നേ. ചേട്ടാ ചേട്ടാ എടുത്തി, ഞാൻ പോയി ഡോക്ടറെ വിളിച്ച് വേഗം കാര്യം പറയട്ടെ. വിക്കി ചേട്ടാ, ചേട്ടാ എഴുന്നേൽക്ക്. വിക്കി എഴുന്നേക്ക്. വിക്കി വിക്കി ചേട്ടാ പ്ലീസ് ചേട്ടാ. വിക്കി ഒന്ന് കണ്ണു തുറക്ക്. വിക്കി പ്ലീസ് എഴുന്നേക്ക്. ചേട്ടാ എഴുന്നേൽക്ക്. വിക്കി ഡോക്ടർ വന്നേ. ഡോക്ടർ, ചേട്ടൻ ഞങ്ങളോട് ഇപ്പൊ റെസ്പോണ്ട് ചെയ്തു ഡോക്ടർ. ഒന്നും കാണുന്നില്ല മോളെ, ചുമ്മാ എക്സൈറ്റഡ് ആകണ്ട. വിക്ക് റിക്കവർ ആകാൻ കുറച്ചുകൂടി സമയമെടുക്കും. ഇല്ല ഡോക്ടർ, ചേട്ടന്റെ പേരിൽ അനക്കി ഞങ്ങൾ എല്ലാരും കണ്ടതാ. ഇവരോട് ചോദിച്ചു നോക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടർ ഇവിടെ തന്നെ നിൽക്കേ. ചേട്ടാ ഒരു തവണയെങ്കിലും സിഗ്നൽ ഇതാ. നേരത്തെ പോലെ ഒരു സിഗ്നലും കൂടി തന്ന ഇവിടെ എല്ലാവർക്കും വലിയ പ്രചോദനായിരിക്കും. ഒന്ന് നോക്ക് ചേട്ടാ, ഡോക്ടർ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഒരു തവണ കൂടെ സിഗ്നൽ താ ചേട്ടാ, പ്ലീസ് ചേട്ടാ. നിങ്ങൾ പേഷ്യന്റിനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യില്ലേ? ഇദ്ദേഹം റിക്കവർ ആകാൻ കുറച്ചുകൂടി സമയം വേണ്ടി വരും. അതുവരെ ഒന്ന് ക്ഷമിച്ചു നിൽക്ക് പ്ലീസ്. എല്ലാവരും ഒന്ന് പുറത്തേക്ക്. എന്താ ചേട്ടാ ഇത്? ഡോക്ടർ വന്നപ്പോ റെസ്പോണ്ട് ചെയ്തില്ലല്ലോ. ഇതിപ്പോ സായിപ്പിനെ കണ്ടപ്പോ കവാത്ത് പറഞ്ഞെന്ന് പറഞ്ഞ പോലെ ആയല്ലോ ചേട്ടാ. ഇത് തീരെ ശരിയല്ല കേട്ടോ. അമ്മോ, വളരെ പെട്ടെന്നൊന്നും ഇങ്ങനെ റിക്കവറി ആവാൻ പറ്റില്ല. വിക്കി ചേട്ടൻ ഒരു വിരലല്ലേ മൂവ് ചെയ്തോളൂ. അത് നമ്മൾ എല്ലാവരും കണ്ടു. നമുക്ക് അതൊക്കെ ഇവിടെ വന്ന് ഡെയിലി ചെയ്തു നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും അവൻ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും.
ഡോക്ടർ, വിക്രാന്തിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? ഇംപ്രൂവ്മെന്റ് ഒന്നുമില്ലേ? അതോ ഞങ്ങൾ ഇനി വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും വേണ്ട. ബി കൂൾ. നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. വിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആവുന്ന സിസ്റ്ററെ തോന്നുന്നേ. അങ്ങനെ വേഗം ഡിസ്ചാർജ് ആയ നമ്മുടെ സീക്രട്സ് ഒക്കെ വേദാന്ത് അറിയും. അതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ തലയിൽ ഒരു ഐഡിയ പോലും വരുന്നില്ല. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞ എന്താ അർത്ഥം? എന്ന് വെച്ചാ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നല്ലേ? ചെയ്ത പണി വെച്ച് നോക്കുമ്പോ ജയിലിൽ കിടന്ന് അഴി എണ്ണേണ്ടി വരും. അതിനൊക്കെ റെഡിയാണല്ലോ അല്ലേ? ഞാൻ എന്താ നിന്നെ പോലാന്ന് വിചാരിച്ചോ? ഞാനിതുവരെ ക്രൈം ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനിയൊരു പക്ഷേ വിക്കി വീട്ടിലേക്ക് വന്ന് വേദാന്തിനോട് എല്ലാ സത്യവും തുറന്ന് പറഞ്ഞാൽ അതിനെതിരെ പ്രയോഗിക്കാൻ എനിക്ക് വേറൊരു അസ്ത്രമുണ്ട്. അതെന്താ എനിക്കറിയാത്ത മറ്റൊരു അസ്ത്രം? അതെല്ലാവർക്കും അറിയാവുന്നൊരു അസ്ത്രം തന്നെ. ഇനി ആരൊക്കെ എന്ത് പറഞ്ഞാലും ശരി, വേദാന്ത് ഒരിക്കലും എനിക്കെതിരെ തിരിയില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ അവനെപ്പോഴും ദൈവത്തിന് തുല്യമാണ്. ഇനി വിക്രാന്ത് വീട്ടിൽ വന്ന് വേദാന്തിനോട് എന്ത് പറഞ്ഞാലും അതൊന്നും വേദാന്ത് വിശ്വസിക്കേയില്ല. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആരാണെന്ന് അറിയില്ലേ? ധ്രുവ. ധ്രുവയുടെ പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്താണോ ചെയ്തത്, വിക്കി പറയുന്ന കാര്യത്തിലും ഞാൻ അത് തന്നെ ചെയ്യും. ധ്രുവയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതുപോലെ തന്നെ വിക്കിയും ആ വീട് വിട്ടിറങ്ങേണ്ടി വരും. ഒരു പ്രാവശ്യം ചക്ക വീണു മുയൽ എത്തുമെന്ന് കരുതി വീണ്ടും വീണ്ടും അങ്ങനെ സംഭവിക്കുമെന്നാണോ ചേച്ചി കരുതുന്നത്? ആണോ? വേദാന്തിന് എന്നോട് സ്നേഹവും ബഹുമാനവും ഉള്ളിടത്തോളം കാലം ഈ അസ്ത്രം എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കും. വേദാന്ത് ഒരു കാരണവശാലും ഒരിക്കലും എന്നെ സംശയിക്കരുത്. ഇത്രയും വർഷമായിട്ടും അങ്ങനെ ഒരു വിശ്വാസം ഞാൻ അവനിൽ വളർത്തിയെടുത്തു. അപ്പൊ അവനോട് സൈലന്റ് ആയിട്ട് നിന്നത് ഈ ഉദ്ദേശത്തിലായിരുന്നു അല്ലേ? അങ്ങനെ സൈലന്റ് ആയിട്ട് വളർത്താൻ മാത്രമല്ല, എനിക്കെതിരായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ തീർത്തും സൈലന്റ് ആക്കാനും എനിക്കറിയാം. വിക്കി, എന്താ പറ്റിയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വിക്കി, വിക്കി, പ്രഭാകര, എന്താ ഇത് പറ്റിയത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? വേദാന്ത്, വേദാന്ത് ഒന്ന് വേഗം വന്നേ. വേദാന്ത്, വേദാന്ത്, ദേ വിക്കി നോക്കി. ചേട്ടാ, വിക്രാന്ത്, ചേട്ടാ, ചേട്ടാ. വിക്രാന്ത് എന്ത് പറ്റി മോനെ പറ. വിക്കി, വിക്കി, നിനക്കൊന്നും വരില്ല വിക്രാന്ത്. ഇവരെന്താ പറ്റിയമ്മേ? അമ്മ ഏതെങ്കിലും പറഞ്ഞോ? ഇല്ല മോനെ, ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ചേട്ടാ, വിക്രാന്ത്, നീ ഒന്ന് കേൾക്കുന്നുണ്ടോ മോനെ? വിക്രാന്ത്, നിനക്ക് എന്താ മോനെ പറ്റിയേ? വിക്കി, വിക്കി, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിന്റെ കൂടെ തന്നെയുള്ളേ. സിദ്ധാർത്ഥ്, ഡോക്ടർ വിളിക്കേ. വിക്കി, അമ്മേ, ഇവൻ എന്ത് പറഞ്ഞപ്പോഴാണ് റെസ്പോണ്ട് ചെയ്തത്? എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇവൻ എന്താ പറ്റിയത്? അവന്റെ മനസ്സ് വേദനിച്ചെന്ന് ഷുവറാ. അല്ലാതെ ഒരിക്കലും അവൻ റിയാക്ട് ചെയ്യില്ല. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് അവനൊന്നും സംസാരിച്ചില്ല. ഡോക്ടർ, വിക്രാന്തിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പ്ലീസ് എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. സിസ്റ്ററെ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടി നമ്മുടെ തലേ വരും. വേദാന്ത്,
എനിക്കിങ്ങനെ വിക്കയുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ. ഇതൊക്കെ കാണുമ്പോ ടെൻഷൻ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. മനസ്സ് മുഴുവൻ ആവശ്യമില്ലാത്ത ചിന്തകളാ വരുന്നത്. നിങ്ങളെപ്പോലെ ആവാനൊന്നും എനിക്ക് പറ്റില്ല. അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ അമ്മേ. അമ്മ എന്തായാലും ഇപ്പൊ സമാധാനായിട്ടിരിക്കേ. അവനൊന്നും പറ്റില്ല. വെറുതെ ടെൻഷൻ ആവല്ലേ. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് വിക്കിയെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കെന്റെ തല കറങ്ങുന്ന പോലെ തോന്നി മോനെ.